ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ തമ്മിൽ കണ്ട പോലെ ഇതിനെക്കുറിച്ച് നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് അരിയെടുത്ത് കുതിർത്തി ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കൊട്ടയ്ക്കകത്ത്. അപ്പോൾ കുറച്ച് നെയ്യ് പിന്നെ നമുക്ക് ശർക്കര എടുത്തു അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ശർക്കര ഞാൻ ഇടിച്ച് പൊടിച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ ഈ ശർക്കര പനിയൊക്കെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അരി അരക്കുന്നത് ഈ ശർക്കര പനിയിലാണ്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് അരിയെല്ലാം ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്കൊരു 3-4 ഏലക്കായും കൂടെ ഒരു ടേസ്റ്റിന് ചേർക്കാം. അപ്പോൾ 2 സ്പൂൺ മൈദയും കൂടെ ചേർക്കുന്നുണ്ട്. ഗോതമ്പൊടി വേണ്ടവർക്ക് ഗോതമ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ മൈദയെ ചേർക്കുന്നു. ഗോതമ്പൊടി ഉണ്ട് എങ്കിലും ഞാനിപ്പോൾ മൈദ ഉള്ളതുകൊണ്ട് അത് ചേർക്കുന്നു കേട്ടോ. പിന്നെ അപ്പോൾ നമ്മുടെ ഈ നെയ്യപ്പം പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദ ചേർക്കുന്നത് കേട്ടോ, ഒരു പിടുത്തത്തിന് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ ശർക്കരപ്പനി തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒഴിച്ച് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്തിട്ട് കാണണം. എന്നിട്ട് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അഭിപ്രായങ്ങൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ഇച്ചിരി ഇത് നമ്മളിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പം പിന്നെ കുറച്ചുകൂടെ കട്ടിയാകും. അപ്പോൾ നമുക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം കൂടെ ഒഴിച്ച് ലൂസ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ റെസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. 3-4 മണിക്കൂർ ഇരുന്ന് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് നെയ്യപ്പം അല്ലേ, നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്തും എള്ളും കൂടെ വറുത്ത് നമുക്ക് അതിലോട്ടിട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ ഏലക്കായ ചേർത്തിട്ടുണ്ട്. അപ്പം ഈ പെരുജീരകം ചേർക്കുന്നവരുണ്ട്, ചുക്കുപൊടി ചേർക്കുന്നവരുണ്ട്. അപ്പം ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. കപ്പലണ്ടി വേണമെങ്കിൽ ചേർക്കാം അതിൻ്റെ അകത്ത്. നമ്മളിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. നമ്മൾ തേങ്ങാക്കൊത്തും പിന്നെ എള്ളും കൂടിയാണ് ചേർക്കുന്നത്. അപ്പോൾ എള്ളും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് മൂത്തിട്ട് നമുക്ക് മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചൂടോട് കൂടെ തന്നെയാണ് ചൂടായിട്ട് തന്നെയാണ് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇച്ചിരി മാവ് ഇച്ചിരി കട്ടിയായിട്ടിരിക്കുകയാണ് കണ്ടോ, ഇച്ചിരി കട്ടിയായിട്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. നമ്മളിങ്ങനെ എണ്ണയിലോട്ട് ഒഴിച്ച് കൊടുക്കുമ്പം ഇങ്ങനെ മാവ് ഇങ്ങനെ കട്ടിയായതുകൊണ്ട് വിട്ടു പോരുത്. നമ്മൾ ഒറ്റ ഒഴുപ്പിന് കറക്റ്റ് അതിൽ വീഴണം. അല്ല വിട്ട് വീണാൽ നെയ്യപ്പം പാളിപ്പോവും. അപ്പോൾ നമുക്ക് കുറച്ച് ആവശ്യത്തിന് എണ്ണ മതിയല്ലോ, നമ്മൾ ഓരോന്നേ വെച്ചില്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമുക്ക് വേണമെങ്കിൽ പിന്നീട് ഒഴിക്കാം. അപ്പോൾ ഈ ഒരു എണ്ണ ഇത് മതിയായിരിക്കും എണ്ണ. ആവശ്യത്തിന് ഇത് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഇങ്ങനെ നല്ല ശരിക്ക് പൊട്ടിയാണ്, നല്ല ശരിക്കും പൊട്ടി തെറിക്കും. അപ്പോൾ ശ്രദ്ധിച്ചോണം, എൻ്റെ കൈയൊക്കെ പപ്പടം പുള്ളി പോലെ ആയിപ്പോയി, അവിടെ ഇവിടെയൊക്കെ തെറിച്ച് വീണു. അപ്പോൾ നമ്മൾ എണ്ണ ഇങ്ങനെ നടുക്കൂട്ടി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്കത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, ഞാനിങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പം നല്ല എക്സ്പേർട്ടായിട്ടുള്ളവരൊന്നും കളിയാക്കരുതേ. എനിക്കറിയാവുന്നത് പോലെയൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സൈഡൊക്കെ കറക്റ്റായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നല്ലതുപോലെ ഇത് പൊട്ടാതെ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം കണ്ടോ. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതിനകത്ത് നടുക്കോട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്, അതുപോലെ സൈഡൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ വരും. അപ്പം നമ്മളത് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോർമൽ തീ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഉള്ളു വേകാതെ കരിഞ്ഞു പോവേ. അപ്പോൾ നമ്മൾ പിന്നെ അത് നോർമലായിട്ടുള്ള പിന്നെ ഇതിൻ്റെ ഇത് ശരിക്കും കുറച്ച് വെക്കണം.
തീ കുറച്ച് വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ നെയ്യപ്പം ഇതായിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇച്ചിരി ശർക്കര കൂടുതൽ, മധുരം കൂടിപ്പോയി കേട്ടോ. അത് ഒത്തിരി അങ്ങ് കളറായി വന്നത് കേട്ടോ. ഇച്ചിരി മധുരം കൂടുതലാണ്. അപ്പം ഞാനിത് എപ്പോഴും ചെയ്യുന്ന കാര്യമൊന്നുമില്ല, വല്ലപ്പോഴും അല്ലേ ചെയ്യത്തുള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ ഇത് പറഞ്ഞ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് ഞാനിതൊന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ നെയ്യപ്പഴുതി നമുക്ക് രണ്ടാമത്തെ ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി അങ്ങ് കട്ടിക്കൊഴിച്ച് കൊടുക്കണം കേട്ടോ, അപ്പോൾ ഉള്ളു വേഗത്തില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് നെയ്യപ്പവും കൂടെ കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ നെയ്യപ്പം നമുക്ക് മറിച്ചിടാനായിട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് നല്ലതുപോലെ എണ്ണ ഒഴിച്ചു കൊടുത്ത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളതും മറിച്ചിട്ടു. അപ്പോൾ അതും നമുക്കത് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം എണ്ണ നല്ലോണം മാറി പിന്നെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ടിഷ്യൂ പേപ്പറിലോട്ട് ഇടാം. ബാക്കി എണ്ണ അത് വലിച്ചെടുത്തോളും. നമ്മുടെ ആ നടുക്കൊരു കറുത്ത പാട് പോലെ നമ്മൾ എണ്ണ ഒത്തിരി ഒഴിച്ചിട്ടില്ലല്ലോ, അതിൻ്റെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഒഴിച്ചു കൊടുത്തു. ദേ കണ്ട, ഇത്രയും ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയും ഉണ്ടാക്കാൻ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ അന്നേരം ഓർത്തൊന്ന് വീഡിയോ എടുക്കാനായിട്ട് തന്നെ എടുത്തതാണ് കേട്ടോ. ഇനിയും കുറച്ചുകൂടെ ഉണ്ടാക്കാൻ ഇരിപ്പുണ്ട്. അപ്പം നല്ല സോഫ്റ്റാണ്. ഞാൻ അതിൻ്റെ പൊട്ടിച്ച് കാണിച്ചു തരാം, ഉള്ളു കാണിച്ചു തരാം. കണ്ട, ഉള്ളൊക്കെ നല്ല വെന്ത് കണ്ട. അപ്പം നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടുത്ത വീഡിയോയിലൂടെ കാണാൻ.